തൃപ്പയാർ ഒരു ടീ സ്റ്റാൾ ഉണ്ട്. നല്ല നാടൻ പശുവിന്റെ പാല് കൊണ്ട് ഉണ്ടാക്കിയിട്ടുള്ള നല്ല ചായയാണ് അവിടുത്തെ. ഒരുപാട് ഫാൻസ് ഉണ്ട് അവിടെ. ഇപ്പൊ ഞാനൊക്കെ ആയാലും വൈകിട്ട് 4 മണി മുതൽ 5 മണിയുള്ള സമയത്ത് അവിടെ ഉണ്ടെങ്കിൽ എന്തായാലും ഒരു ചായ അവിടെ നിന്ന് കുടിക്കും. നല്ല കടിയാണ് അവിടെ. മാത്രമല്ല ഞാനിത് ഒരുപാട് പേർക്ക് റെക്കമെൻഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ റെക്കമെൻഡ് ചെയ്യാനും വളരെ എളുപ്പമാണ്. കാരണം വി ബി മാളിന്റെ ഓപ്പോസിറ്റ് എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും അറിയാൻ വേണ്ടി പറ്റും. അപ്പൊ അതേപോലെ നിങ്ങളും പല പ്രോഡക്റ്റുകളും അല്ലെങ്കിൽ പല സർവീസുകളും നിങ്ങൾ റെക്കമെൻഡ് ചെയ്യാറില്ലേ? അപ്പൊ അതേപോലെ നിങ്ങളുടെ പ്രോഡക്റ്റോ സർവീസോ നിങ്ങൾക്ക് റെക്കമെൻഡ് ചെയ്യണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടതായിട്ടുള്ള 3 കാര്യങ്ങളെ കുറിച്ചിട്ടാണ് ഈ വീഡിയോയിൽ പറയാൻ വേണ്ടി പോകുന്നത്. ഒന്നാമത്തെ കാര്യം, ഡെലിവർ എ വാവ് എക്സ്പീരിയൻസ്. അവർക്കൊരു വാവ് എന്ന് തോന്നാവുന്ന രീതിയിലുള്ള ഒരു എക്സ്പീരിയൻസ് നമുക്ക് കൊടുക്കാൻ വേണ്ടി പറ്റുമോ? ഇതാണ് പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്. അങ്ങനെ ഒരു ഫീലിംഗ് നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ മാത്രമായിരിക്കും നമ്മൾ മറ്റൊരാളോട് റെക്കമെൻഡ് ചെയ്യാം. ശരിയല്ലേ പറയുന്നത്? ഏത് പ്രോഡക്റ്റോ ഏത് സർവീസോ എന്തെടുത്തോ നമുക്ക് ചെയ്യുമ്പോൾ വാവ് എന്ന് പറഞ്ഞ് നമുക്ക് ഭയങ്കര സന്തോഷം തോന്നുന്ന ഒരു എക്സ്പീരിയൻസ് കിട്ടിക്കഴിഞ്ഞാലാണ് നമ്മളത് മറ്റുള്ളവർക്ക് റെക്കമെൻഡ് ചെയ്യുക. അങ്ങനെ ഒരു എക്സ്പീരിയൻസ് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി ശ്രമിക്കണം. ഇതാണ് ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം, മേക്ക് റെഫറൻസ് ഈസി. നമുക്ക് റെഫറൻസ് അവർക്ക് ചെയ്യാൻ ഈസി ആക്കി കൊടുക്കുക എന്ന് പറഞ്ഞാൽ, ഇപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞ കേസിലാണെങ്കിൽ വി ബി മാളിന്റെ ഓപ്പോസിറ്റ് എന്ന് പറയുമ്പോൾ പെട്ടെന്ന് ആൾക്കാർക്ക് മനസ്സിലായില്ലേ? അങ്ങനെ ഒരു സംഭവം എനിക്ക് പറയാൻ പറ്റിയതുകൊണ്ടല്ലേ അങ്ങനെ പറ്റുന്നത്. അപ്പൊ അതേപോലെ തന്നെ ഇപ്പൊ നിങ്ങൾക്ക് നിങ്ങളുടെ പ്രോഡക്റ്റ് അല്ലെങ്കിൽ നിങ്ങളുടെ ബ്രാൻഡ് ഒന്ന് പ്രൊമോട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിന് കൃത്യമായിട്ട് ഒരു ലിങ്ക് ഇല്ല, അല്ലെങ്കിൽ ഒരു പോസ്റ്റ് ഇല്ല, ഒരു സോഷ്യൽ മീഡിയ പ്രസൻസ് ഇല്ലെങ്കിൽ എങ്ങനെ ഒരാൾ മറ്റൊരാൾക്ക് റെക്കമെൻഡ് ചെയ്യും? അയാൾക്ക് ചിലപ്പോൾ ആഗ്രഹം ഉണ്ടായിരിക്കും സപ്പോർട്ട് ചെയ്യാം, പക്ഷെ അതിനുള്ള അവസരം നമ്മൾ കൊടുക്കുന്നില്ല. അത് നിർബന്ധമായിട്ടും ശ്രദ്ധിക്കണം. മൂന്നാമത്തെ കാര്യം, ഷെയർ സ്റ്റോറീസ് പബ്ലിക്കലി. എപ്പോഴും നമ്മുടെ പ്രൊഡക്റ്റിനെ കുറിച്ചിട്ട് നമ്മുടെ ബ്രാൻഡിനെ കുറിച്ച് നമ്മൾ പറയുന്ന എല്ലാ ആളുകൾ വിശ്വസിക്കുക, മറിച്ച് അത് ഉപയോഗിച്ച് കഴിഞ്ഞ ആളുകളുടെ എക്സ്പീരിയൻസ് ആണ് ആളുകൾ വിശ്വസിക്കുക. അങ്ങനെയുള്ള ഒരുപാട് സക്സസ് സ്റ്റോറീസ് നിങ്ങൾക്ക് ഉണ്ടാവും. അത് മുഴുവൻ റെക്കോർഡ് ചെയ്യുക, അത് മറ്റുള്ളവരുടെ മുമ്പിൽ അവതരിപ്പിക്കുകയും ചെയ്യുക. അത് നിങ്ങൾക്ക് വളരെ നല്ല ഒരു എഫക്റ്റ് അവിടെ ഉണ്ടാക്കാൻ പറ്റും. അപ്പൊ ഈ 3 കാര്യങ്ങൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ നിർബന്ധമായിട്ട് നിങ്ങൾക്ക് ഒരുപാട് റെക്കമെൻഡേഷൻസ് കിട്ടുകയും ചെയ്യും. ഓക്കെ, ഈ വീഡിയോ കാണുന്ന കുറേ ആളുകൾ ബിസിനസ് തുടങ്ങാൻ വേണ്ടിയിട്ട് പ്ലാൻ ചെയ്തിരിക്കുന്ന ആൾക്കാരുണ്ട്, പക്ഷെ കൃത്യമായിട്ടുള്ള ഐഡിയ ഇല്ല, നോളേജ് ഇല്ല. അങ്ങനെയുള്ള ആൾക്കാരുണ്ടാവും. രണ്ടാമതൊരു കൂട്ടർ ബിസിനസ് സ്റ്റാർട്ട് ചെയ്ത് 2, 3, 4, 5 വർഷമൊക്കെ ആയി, പക്ഷെ ഇപ്പോഴും അതൊന്നും സിസ്റ്റമാറ്റിക് ആയിട്ടില്ല. ഒരുപാട് കൺഫ്യൂഷൻസ് ഉണ്ട്. കൃത്യമായിട്ട് മാർക്കറ്റിംഗ് ചെയ്യാൻ പറ്റില്ല, കൃത്യമായിട്ട് സെയിൽസ് ചെയ്യാൻ പറ്റില്ല, കൃത്യമായിട്ട് സിസ്റ്റം ഉണ്ടാവില്ല. അവർക്കും താഴത്ത് കാണുന്ന നമ്പറിൽ ഒന്ന് മെസ്സേജ് ഇടാം, നമുക്ക് സംസാരിക്കാം. അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം.